عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അൽ ഫായിസീന ബിറദല്ലാഹ്. മുഹമ്മദ് അസദിന്റെ റോഡ് ടു മക്ക പ്രസിദ്ധമാണല്ലോ. ഒരു കാലഘട്ടത്തിൽ ലിയോപോൾഡ് വെയ്സ് എന്ന ജൂതനായിരുന്ന അദ്ദേഹം അന്വേഷണത്തിന്റെ അന്തിമഫലമായി ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് നടന്ന ഗവേഷണങ്ങളും പഠനങ്ങളും നമുക്ക് വളരെ ചിന്താർഹമാണ്. കൂട്ടത്തിൽ പരിശുദ്ധമായ കഅബാലയം, അതിൻ്റെ മനോഹാരിത, അതിൻ്റെ ആത്മീയത, ആ ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് നൂറ്റാണ്ടുകളായി ഒഴുകുന്ന മനുഷ്യപ്രവാഹത്തിൻ്റെ ആന്തരികമായ അന്വേഷണ രഹസ്യങ്ങൾ അസദ് കുറിക്കുകയാണ്, രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഹാജിമാർ ലോകരാഷ്ട്രങ്ങളുടെ വിവിധ മുഖമൂലകളിൽ നിന്ന് പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് കഅബാലയത്തിൻ്റെ ചൈതന്യം? വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു, ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത്ത മുബാറക. അല്ലാഹുവിന് വേണ്ടി ആരാധിക്കാൻ വേണ്ടി ഈ ലോകത്ത് സ്ഥാപിതമായ ആദ്യത്തെ ആരാധനാലയം എവിടെയാണ്? കഅബാലയം സ്ഥിതി ചെയ്യുന്നത് പരിശുദ്ധമായ മക്ക ഹറമിലാണ്. ഇസ്ലാമിക ചരിത്രങ്ങളിൽ വളരെ വളരെ സമ്പന്നമായ മഹത്വമേറിയ ഒരു പ്രദേശമാണല്ലോ വിശുദ്ധ മക്ക. മക്കയുടെ മഹത്വം പരിശുദ്ധ ഖുർആൻ വിവിധ സ്ഥലങ്ങളിലായി ഊന്നി പറയുന്നുണ്ട്. നിരവധി സൂറത്തുകളിൽ, ആലു ഇമ്രാൻ തുടങ്ങി, റംദ് സൂറത്ത്, അൻകബൂത്ത്, ഖസസ്, ഹജ്ജ് സൂറത്ത്, ഫത്ഹ് തുടങ്ങി ഏറ്റവും അവസാനത്തെ വത്തീൻ എന്ന സൂറത്തിൽ തന്നെ വഹാദൽ ബലദിൽ അമീൻ എന്ന് കാണാമല്ലോ. വിശുദ്ധ മക്കയെ, ആ പുണ്യഭൂമിയെ അല്ലാഹു സത്യം ചെയ്ത് നമ്മെ പരിചയപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തെ സൂചിപ്പിക്കുന്ന വചനങ്ങൾ ഖുർആനിൽ ധാരാളമാണല്ലോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും അതിനെക്കുറിച്ച് വാചാലമായിട്ടുണ്ട്. അതെ, ഹജ്ജുൽ ബൈത്ത്, കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്ര എന്നും നമുക്ക് ചരിത്രത്തിൽ വായിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധമായ മക്കയ്ക്കുള്ള പേരുകൾ തന്നെ ധാരാളമുണ്ട്. മക്ക, ബക്ക, അൽ ബലദ്, അൽ ഖറിയ, അൽ ബൽദത്ത്, ഉമ്മുൽ ഖുറ, അൽ ബലദുൽ അമീൻ, ഇങ്ങനെ പോവുകയാണല്ലോ പരിശുദ്ധമായ മക്കയെ രാജ്യത്തിൻ്റെ പേരുകൾ തന്നെ. അതുപോലെ നാം നോക്കുക, വിശുദ്ധ മക്ക അതെത്ര മഹത്വം ഉൾക്കൊള്ളുകയാണ്. മസ്ജിദുൽ ഹറാം അവിടെയല്ലേ? കഅബാലയം അവിടെയല്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മസ്ഥലം, അലിയല്ലാഹുവിൻ്റെ ജന്മസ്ഥലം തുടങ്ങി എത്ര ഹജറുൽ അസ്വദ്, മഖാമു ഇബ്രാഹിം, സംസം, സഫ, മർവ, ഇതൊക്കെ ആ പുണ്യഭൂമിയിൽ വിശുദ്ധ കഅബാലയത്തിൻ്റെ ചുറ്റുമായി സ്ഥിതി ചെയ്യുകയാണ്. ഹജറുൽ അസ്വദ് ചരിത്രത്തിൽ വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതമല്ലേ? അത് വിശുദ്ധ സ്വർഗത്തിൽ നിന്നുകൊണ്ടാണല്ലോ വരുന്നത് അല്ലേ? ഹജറുൽ അസ്വദിൻ്റെ ചരിത്രം നോക്കുമ്പോൾ സ്വർഗത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങിയ രാത്രിയിൽ തന്നെ ഹജറുൽ അസ്വദും ഇറങ്ങി എന്ന അഭിപ്രായം. അതുപോലെ മൂസാ നബി സ്വലാത്തു വസ്സലാമിൻ്റെ വടി, ആദം നബി സ്വലാത്തു വസ്സലാം നക്കുന്ന കുറച്ച് അത്തി മരത്തിൻ്റെ ഇല, ഹജറുൽ അസ്വദ്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മോതിരം തുടങ്ങിയവ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയ രാത്രി സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടു എന്ന് ഈ ആയത്തിൽ വിശദീകരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ അത് സംബന്ധമായ ഒരുപാട് പ്രമാണങ്ങളുണ്ട്. ഹജറുൽ അസ്വദ് പരിശുദ്ധമായ കഅബാലയം. അതിന് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ വന്ന് വിഷമിച്ചു.
അപ്പോൾ ആ വിഷമത്തെ പരിഹാരമായി കഅബാലയം പുതുക്കി സ്ഥാപിച്ച് കേന്ദ്രമാക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചതും ഒരു മൂലയിൽ ഹജറുൽ അസ്വദ് സ്ഥാപിച്ചതുമൊക്കെ ചരിത്രത്തിലുണ്ട്. മനുഷ്യവാസം തുടങ്ങുന്നതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധമായ കഅബാലയം സ്ഥാപിക്കുന്നത് അള്ളാഹുവിൻ്റെ മലക്കുകളാണ്, മലായിക്കത്തിലാണ് സ്ഥാപിക്കുന്നത്. ബനാബൈത റബ്ബിൽ അർശി അശ്റുൻ ഫഹുദുഹുമു മലായികത്തുല്ലാഹിൽ കിറാമു ആദമു. അതെ, ആദ്യം മലക്കുകൾ, പിന്നീട് ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിങ്ങളുടെ ചരിത്രത്തിൽ പലപ്പോഴും പുതുക്കി നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ്റെ സഹകരണത്തോടെ നടത്തിയ നിർമ്മാണവും വളരെ തിളക്കമാർന്ന ശൈലിയിൽ അവതരിപ്പിക്കുന്നു. ഇദർഫ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് വ ഇസ്മാഈൽ. ആ കഅബാലയം പടച്ചതമ്പുരാൻ്റെ കൽപ്പന പ്രകാരം പുതുക്കിപ്പെടുന്നു. അതിനുശേഷം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന, ദുആ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ എന്ന ആ പ്രാർത്ഥന. അത് ഏതൊരു കർമ്മവും അങ്ങനെയാണല്ലോ. പടച്ചവൻ്റെ അംഗീകാരം കിട്ടണം, റബ്ബിൻ്റെ സ്വീകാര്യത കിട്ടണം, പ്രശംസയ്ക്കാകല്ല. കഅബാനെ ലക്ഷ്യമായി വിശുദ്ധ മക്കയിലേക്ക് തിരിക്കുന്ന ഹാജിമാരും അവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ കരുതേണ്ട ഒരു നെയ്യത്ത് അതാണല്ലോ, അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് വേണ്ടത്. ഹാജിമാരെ, ഹജ്ജിന് പോകുന്ന ഹജ്ജുമ്മമാർ, അള്ളാഹു അവരെ ഹജ്ജാജ് വൽ ഉമ്മാർ വഫ്തുല്ലാഹ്, ഹാജിമാർ ഉംറ നിർവഹിക്കുന്നവർ അള്ളാഹുവിൻ്റെ സംഘമാണ്. ബുയൂഫുർ റഹ്മാൻ, പടച്ചവൻ്റെ വിരുന്നുകാർ എന്നാണല്ലോ പരിചയപ്പെടുത്തപ്പെടുന്നത്. പടച്ചവനിലേക്ക് ചേർത്ത് അള്ളാഹുവിൻ്റെ സംഘം എന്ന് പറയുമ്പോൾ അള്ളാഹു അംഗീകരിച്ച് കിട്ടുകയാണെങ്കിൽ ഹാജിമാർ എത്ര സൗഭാഗ്യവന്മാർ. ഒപ്പം അവരുടെ ദൃസാക്ഷ്യങ്ങൾ അഥവാ അവർ ചെന്നെത്തുന്ന ഭൂമി, അതിൻ്റെ വലുപ്പം, അതിൻ്റെ മഹത്വം, അത് വർണ്ണിക്കാൻ വാക്കുകളില്ല, വിവരിക്കാൻ നമ്മുടെ കഴിവുകൾ തന്നെ ശേഷി കുറഞ്ഞിരിക്കുകയാണ്. അത്രയും വിശദീകരിച്ചാൽ തീരാത്തതാണ്. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഴുവൻ അമ്പിയാക്കന്മാരുടെയും ചരിത്രങ്ങൾ വിശുദ്ധമായ കഅബാലയത്തിനും അതുപോലത്തെ പുണ്യഭൂമിക്കും പറയാനില്ലേ. ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ കാരണഭൂതരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിന ബീവി ഈ ലോകത്തിന് സമ്മാനിച്ചത് പരിശുദ്ധമായ മക്കയിൽ കഅബാലയത്തോട് ചേർന്നല്ലേ. ഇതൊക്കെ നാം ചരിത്രം ഓർക്കുമ്പോൾ വിശുദ്ധ മക്കയുടെയും കഅബാലയത്തിൻ്റെയും മഹത്വം, അതാ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ ഉള്ള അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഹാജറ ബീവിനും മകനെയും അവിടെ കൊണ്ടുവന്നാക്കിയില്ലേ. മകൻ വെള്ളം അന്വേഷിച്ച് ഹാജറ ബീവി നടക്കുകയാണ്. സഫ മറുവക്കിടയിൽ വെള്ളം അന്വേഷിച്ച് നടന്നു. അവസാനം മടങ്ങി വന്നപ്പോൾ ഈ കുഞ്ഞു പൈതലിൻ്റെ കാൽ ചവിട്ടിയ സ്ഥലത്ത് ഉറവ കാണുകയാണ്. ആ ഉറവ നിൽക്കുന്നില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞു, സംസം നിൽക്കട്ടെ, അതാണല്ലോ സംസം കിണർ, സംസം വെള്ളം. ആ വെള്ളം വിശ്വാസികൾ വളരെ വളരെ ബഹുമാനത്തോടെയും പോരിശയോടെയും കാണുകയാണല്ലോ. സംസം വെള്ളം ഏതൊരു ലിമാശുരിബലഹു, ഏതൊരു നെയ്യത്തിലാണോ അത് കുടിക്കുന്നത്, ആ നെയ്യത്ത് അത് നിറവേറും എന്നാണല്ലോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിലൊക്കെ ഇന്നും അതിനെ ആധുനിക ശാസ്ത്ര വിഭാഗമൊക്കെ വലിയ ഗവേഷണം നടത്തി. സംസമിൻ്റെ ചരിത്രം, യഥാർത്ഥത്തിൽ അതിൻ്റെ രഹസ്യങ്ങൾ, പറ്റാത്ത കിണർ, ഒരു ദിവസം തന്നെ എത്ര ജലമാണ് അവിടുന്ന് എടുക്കുന്നത്, അവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്, അവിടുന്ന് മദീനത്തേക്ക് കൊണ്ടുപോകുന്നത്. എന്നിട്ടൊന്നും ആ വെള്ളത്തിന് യാതൊരു കുറവുമില്ല. അത്ഭുതമല്ലേ, ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഈ വക അന്വേഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ. അപ്പോൾ അതിനെ വളരെ പുണ്യം വിചാരിച്ച് ഹാജിമാർ ഹജ്ജ് കഴിഞ്ഞു പോകുമ്പോഴുമൊക്കെ കൊണ്ടുപോകുന്നു. ഓരോ ദിവസവും 2 മില്യൺ ഡിസ്പോസിബിൾ കപ്പുകൾ അവിടെ ഉപയോഗിക്കുന്നു എന്ന് അതിൻ്റെ ഒരു പഠനത്തിൽ വായിക്കാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ദിവസം ഉപയോഗിക്കുന്ന വെള്ളം, സുബ്ഹാനല്ലാഹ്,
പ്രതിദിനം 7 ലക്ഷത്തോളം ലിറ്റർ വെള്ളം ഹറമിൽ മാത്രം ഉപയോഗിക്കുകയാണ് അത്രേ. ഹജ്ജിൻ്റെ സീസണാകുമ്പോൾ ഇത് 20 ലക്ഷത്തോളമായി വർദ്ധിക്കാറുണ്ടെന്നാണ് പഠനം തെളിയിക്കുന്നത്. മദീനയിലേക്ക് ദിവസവും 1.5 ലക്ഷം ലിറ്റർക്ക് സംസം വിതരണം കൊണ്ടുപോകുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കുമുണ്ട്. അപ്പോൾ എന്താണത്? അതെ, അത്ഭുതങ്ങൾ, ആത്മീയ രഹസ്യങ്ങളാണ് ആ സംസമിന് പറയാനുള്ളത്, പുണ്യമൊക്കെ പറയാനുള്ളത്, ഹജ്ജുൽ അസ്വദിന് പറയാനുള്ളത്. സഫയും മർവയും കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സഫ വൽ മർവത മിൻ ശഅഇരില്ലാ. സഫ മർവ കേവലം ഒരു കുന്നുകളല്ല, പർവ്വതങ്ങളല്ല, അത് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് ഹാജിമാർ വിശുദ്ധ കഅബാലയം ലക്ഷ്യം വെച്ച് ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെട്ടിരിക്കുന്നു. അവർ കാണാൻ പോകുന്നത്, അവർ ദർശിക്കാൻ പോകുന്നത്, അവരനുഭവിക്കാൻ പോകുന്നത് കേവലം ചില മണ്ണിൻ്റെ പ്രദേശങ്ങളല്ല, ഒരുപാട് ആത്മീയങ്ങളുടെ കലവറയായ ഏറ്റവും വിശിഷ്ടമായ കേന്ദ്രം. മലക്കുകളെ സ്ഥാപിച്ച് അമ്പിയാക്കന്മാരെ പുനരുദ്ധരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ളവരെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ആ കഅബാലയം മുന്നിൽ കാണുമ്പോൾ ഏതൊരു വിശ്വാസിയുടെയും ഹൃദയം പ്രകമ്പനം കൊള്ളില്ലേ? ഇമാം നബി റളിയല്ലാഹു അൻഹു തന്നെ ഇലാഹിൽ വിശുദ്ധ കഅബാലയത്തിലേക്ക് മക്കത്തേക്ക് കടന്നു വന്നൊരു സഹോദരി, ഒരു സ്ത്രീ, ഹൈന ബൈത്തു റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ വീട് എവിടെയാണ് എന്ന് ആകാംക്ഷയോട് ജിജ്ഞാസയോട് അന്വേഷിച്ചപ്പോൾ ആരോ കാണിച്ചു കൊടുത്തു. ആ കഅബാലയം കണ്ടതും അങ്ങോട്ടടുത്തതും അവർ ബോധരഹിതയായി വീണ് മരണപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണുന്നുവെങ്കിൽ അതെ, ഇത് ഈമാനാണ്, ഇത് വിശ്വാസമാണ്. അൽഹംദുലില്ലാഹ്, ആ കഅബാലയം ഒന്ന് നേരിൽ കാണുമ്പോൾ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, അവിടെ തവാഫ് ചെയ്യാൻ അള്ളാഹു അവസരം നൽകുന്ന ഹാജിമാർ, ഹജ്ജുമ്മമാർ, ഉംറയ്ക്ക് പോകുന്നവർ, തവാഫ് ചെയ്യുന്നവർ, അവരെത്ര ഭാഗ്യവാന്മാർ. ജഗന്യന്താവായ അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് അവസരം നൽകട്ടെ. വീണ്ടും അവസരം നമുക്കെല്ലാം വന്നു ചേരട്ടെ. നമുക്ക് പ്രാർത്ഥനകൾ തുടരാം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.